ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചുരിദാറിൻ്റെ ഓൾട്രേഷൻ ആണ് കാണിക്കുന്നത്. എനിക്കിന്ന് 2 ചുരിദാർ ഓൾട്ടർ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് ചുരിദാർ ഓൾട്ടർ ചെയ്യുന്നതെന്നാണ്. കറക്റ്റ് അളവിലുള്ള ചുരിദാർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾട്ടർ ചെയ്യാനുള്ള ചുരിദാറും എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ, പുറമേ ലൈനിങ് വരുന്ന രീതിയിൽ നമ്മളിവിടെ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഓൾട്ടർ ചെയ്യാനുള്ളതിൻ്റെയും നല്ല വശം ഉള്ളിലാക്കി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അളവിനുള്ളതും നല്ല വശം ഉള്ളിലാക്കി തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് അളവുകളെല്ലാം ഒന്ന് അളന്നെടുക്കണം. അളവ് ചുരിദാറിൽ നിന്നും ആദ്യം ആം റൗണ്ടാണ് അളന്നെടുക്കേണ്ടത്, പിന്നീട് ചെസ്റ്റ് അളന്നെടുക്കണം, പിന്നെ വേസ്റ്റ്, പിന്നെ ഹിപ്പ്, പിന്നെ സ്ലീവിൻ്റെ അളവുകൾ. ഇത്രയും അളവുകളാണ് നമുക്ക് അളവ് ചുരിദാറിൽ നിന്ന് അളന്നെടുക്കേണ്ടത്. നമ്മളിവിടെ അളവിൻ്റെ ചുരിദാർ കറക്റ്റായിട്ട് ആം റൗണ്ടിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ലെവലാക്കി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് വരുന്ന അവിടെയായിട്ട് ചോക്ക് കൊണ്ടൊന്ന് മാർക്കിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തല്ലോ, അതും നമ്മൾ കറക്റ്റ് ലെവലാക്കി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക്. നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ എടുത്തതിന് ശേഷമാണ് അളവുകളൊക്കെ നോക്കുന്നത്. ഇവിടെ തയ്യലിൻ്റെ ഭാഗത്ത് നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും ടേപ്പ് വെച്ച് ആ തയ്ച്ച ആം റൗണ്ട് നമ്മളൊന്ന് കറക്റ്റ് അളന്ന് നോക്കണം. നമ്മൾ ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് അവിടം വരെ എത്രയാണെന്ന് നോക്കുകയാണ്, തയ്ച്ച അവിടം വരെ. ഇവിടെ എനിക്ക് 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. കറക്റ്റ് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ലെവലാക്കി വെച്ച് വേണം അളന്ന് നോക്കാനായിട്ട്. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കി വേണം ഓൾട്ടർ ചെയ്യാനുള്ള ടോപ്പിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ എനിക്ക് കറക്റ്റ് 8.5 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് അളന്ന് നോക്കേണ്ടത്. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തും കറക്റ്റായിട്ടെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടം തൊട്ട് അടുത്ത് അപ്പുറത്തെ വശത്തെയും തയ്യലിൻ്റെ മാർക്കിങ് വരുന്നിടം വരെയും നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരറ്റത്ത് നിന്ന് നമ്മൾ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് അളന്ന് നോക്കുവാണ് അടുത്ത മാർക്കിങ് വരെ എത്രയാണെന്ന്. ഇവിടെ 18.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ കറക്റ്റ് 18.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള ചുരിദാറിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതിന് ഇനി എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നും വേണ്ട, ഇത് കറക്റ്റ് ഫിറ്റിലുള്ളതാണ്. നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള ചുരിദാർ നിവർത്തി കറക്റ്റായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം കറക്റ്റ് ലെവലാക്കി ആം റൗണ്ടിൻ്റെ ഭാഗത്തൊന്നും ചുളിവൊന്നുമില്ലാതെ കറക്റ്റ് ലെവലാക്കി ഇട്ടെടുക്കുവാണ്. 2 ഷോൾഡറിൻ്റെ ഭാഗവും ആം റൗണ്ടിൻ്റെ ഭാഗവും നമ്മൾ കറക്റ്റ് ലെവലാക്കി ഇട്ട് വേണം അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ആം റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 2 രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിവിടെ എത്രയാണ് ചെസ്റ്റ് വരുന്നതെന്നൊന്ന് നോക്കണം. ഇപ്പോഴത്തെ തയ്യൽ തുമ്പൊന്ന് ഞാൻ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ്. ആ മാർക്കിങ് രണ്ടും വരുന്ന രീതിയിൽ ഒന്ന് അളന്ന് നോക്കുവാണ്. ഇവിടെ എനിക്ക് 20.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്നത് 18.5 ഇഞ്ചാണ്. എക്സ്ട്രാ 2 ഇഞ്ച് വരുന്നുണ്ട് ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ആദ്യം ആം റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ അളവ് ചുരിദാറിൽ നിന്ന് 8.5 ഇഞ്ചാണ് അളന്നെടുത്തത്. അത് കറക്റ്റ് 8.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു സൈഡിൽ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ വശത്തും ആം റൗണ്ടിൻ്റെ ഒന്ന് 8.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 2 മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ടേപ്പ് വെച്ച് ഇതുപോലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഒന്ന് അളന്ന് നോക്കുക. ഇതുപോലെ അളന്ന് നോക്കുക. നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 18.5 ഇഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചെസ്റ്റ് റൗണ്ട് അളന്നെടുത്ത് എത്ര ആയിരുന്നു? 18.5 ഇഞ്ച്. അതേ 18.5 ഇഞ്ച് തന്നെ നമുക്കിപ്പോൾ ഇവിടെ ആം റൗണ്ട് മാർക്ക് ചെയ്തപ്പോൾ തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്.
ഇത് ഒരു രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിൻ്റെ ഭാഗം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ 2 ഇഞ്ചായിരുന്നു എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെസ്റ്റ് അളന്ന് ഫുൾ അളന്ന് നോക്കിയപ്പോൾ നമുക്കിവിടെ 20.5 ഇഞ്ചാണ് എക്സ്ട്രാ 2 ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 18 ഇഞ്ചാണ് വേണ്ടത്, ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമ്മളിവിടെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അന്നേരം തന്നെ ആ എക്സ്ട്രാ വന്നേക്കുന്ന 2 ഇഞ്ച് കുറഞ്ഞ് നമുക്ക് വേണ്ടുന്ന 18.5 ഇഞ്ചായിട്ട് കിട്ടുന്നതാണ്. ഇതാണ് അടുത്ത രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് അളവ് ചുരിദാറിൽ നിന്നും വേസ്റ്റ് ലെങ്തും വേസ്റ്റ് റൗണ്ടും ഒക്കെ നോക്കണം. എല്ലായ്പ്പോഴും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് രീതിയിൽ ഇട്ടതിന് ശേഷം വേണം വേസ്റ്റ് ലെങ്തും ഹിപ്പ് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് അളന്നെടുക്കാനായിട്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് കറക്റ്റ് ഷേപ്പ് വരുന്ന ഭാഗത്താണ് വേസ്റ്റ് റൗണ്ട്. അവിടെയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആദ്യം നോക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് ഏറ്റവും ഒതുങ്ങിയ ഭാഗമാണ് വരുന്നത്, നമ്മൾ ഷേപ്പായിട്ട് വരുന്നത്. അതിനായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഹിപ്പ് സ്ലിറ്റ് വരുന്ന അവിടുത്തെയും ഭാഗത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും അളവിന് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെസ്റ്റിൻ്റെ അവിടം തൊട്ട് ഹിപ്പിൻ്റെ അവിടം വരെ എത്രയാണ് ലെങ്ത് വരുന്നതെന്ന് നോക്കുക. ഇവിടെ 13.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 13.5 ഇഞ്ചിൻ്റെ പകുതി നമ്മൾ ടേപ്പ് വെച്ച് ഇത് കൂട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം 13.5 ഇഞ്ചിൻ്റെ പകുതി നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതുപോലെ 6.25 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 6.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഉണ്ടല്ലേ, അവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഏറ്റവും ഷേപ്പ് വരുന്ന ഭാഗമാണത്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഷേപ്പ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. നമുക്ക് ഇവിടെ നോക്കുക 12.5 ഇഞ്ചാണ് വരുന്നത്. അത് ചുരിദാറിൽ നിന്ന് ഷേപ്പ് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അളന്ന് നോക്കിയാലും മതി. കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും ടേപ്പ് വെച്ച് കറക്റ്റ് 12.5 ഇഞ്ച് ആണ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് അളന്ന് നോക്കണമല്ലോ. ഒരറ്റത്തിൽ നിന്ന് അടുത്ത തയ്യൽ വരെ എത്രയാണെന്ന് നമ്മളൊന്ന് ടേപ്പ് വെച്ച് ഇതുപോലെ വലിച്ചു പിടിച്ചൊന്ന് അളന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ 15.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് കറക്റ്റ് ആദ്യത്തെ തയ്യലിൻ്റെ അവിടെ നിന്ന് അടുത്ത ഇവിടത്തേക്കുള്ള തയ്യലിൻ്റെ അവിടം വരെ എത്രയാണെന്ന് ഒന്ന് ടേപ്പ് വെച്ച് കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കുക. 15.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 12.5 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. നമ്മൾ കറക്റ്റ് 12.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ വേസ്റ്റ് റൗണ്ട് 15.5 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ആദ്യം എത്രയാണ് ഇവിടെ ഉള്ളതെന്നൊന്നും അളന്ന് നോക്കുവാണ്. ഇവിടെ 18 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അന്നേരം എക്സ്ട്രാ 2.5 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. 15.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടുന്നത്. ഇവിടെ 1.25 ഇഞ്ച് കൊടുക്കണം, ഇവിടെ 1.25 ഇഞ്ച് കൊടുക്കണം. നമ്മളിവിടെ 1.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. പിന്നീട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമ്മൾ ടേപ്പ് വെച്ച് 15.5 ഇഞ്ച് വരുന്ന എവിടെയാണോ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ഇപ്പുറത്തെ വശത്ത് ഇപ്പോൾ 1.25 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് വശത്തും 1.25 ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പതിനഞ്ചര ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1.25 ഇഞ്ചാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് ആ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും വേസ്റ്റിൻ്റെ അവിടം വരെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഹിപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് അളവ് ചുരിദാറിൽ നിന്നും സ്ലിറ്റ് ലെങ്തും സ്ലിറ്റ് റൗണ്ടും എത്രയാണ്, ഹിപ്പ് റൗണ്ടും എത്രയാണെന്ന് നോക്കണം. സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ടേപ്പ് വെച്ച് ആ സ്ലിറ്റിൻ്റെ മാർക്ക് ചെയ്ത പോയിന്റ് വരെയും എത്രയാണ് ലെങ്ത് വന്നിട്ടുള്ളതെന്ന് നോക്കണം. കറക്റ്റായിട്ടെല്ലാം ഷോൾഡറിൻ്റെ ഭാഗം ഇട്ടതിന് ശേഷം വേണം നമ്മൾ സ്ലിറ്റ് ലെങ്ത് അളന്ന് നോക്കാനായിട്ട്. മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഇവിടെ 19.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ വീതി എത്രയാണെന്ന് നോക്കണം. ഇനി ഒരു സ്ലിറ്റിൻ്റെ സൈഡ് തൊട്ട് അടുത്ത സ്ലിറ്റ് വരെയുള്ള വീതി കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടുത്തെ ഹിപ്പ് റൗണ്ട് നോക്കുവാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഇവിടെ 19.5 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വരുന്നത്. ഇഞ്ചാണ്. ഇനി നമുക്കത് ഈ ചുരിദാറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്ലിറ്റ് ലെങ്ത് 19.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം 19.5 ഇഞ്ച്. ഇവിടെ ഇപ്പം സ്ലിറ്റിൻ്റെ ഭാഗത്ത് വീതി വരുന്നത് 21 ഇഞ്ചാണ്. നമുക്ക് 19.5 ഇഞ്ച് മതി. എക്സ്ട്രാ 1.5 ഇഞ്ച് വരുന്നുണ്ട്. അത് ഒരു സൈഡിൽ 3/4 ഇഞ്ച് പോയി കഴിയുമ്പോഴത്തേക്കും 19.5 ഇഞ്ചാവും. ഇപ്പുറത്തെ വശത്ത് നമ്മളൊന്ന് സ്ലിറ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് 19.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കവിടെ ഹിപ്പ് റൗണ്ട് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് അവിടെ നിന്നും ടേപ്പ് വെച്ച് 19.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെയും ബാലൻസ് 3/4 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നും സ്ലിറ്റിൻ്റെ ഇവിടെ നിന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലൊന്ന് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് ആക്കി ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുവാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്ത് നമ്മൾ ഇതുപോലെ ഹിപ്പിൻ്റെ അവിടെ നിന്നും വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്താണ് സ്ലീവ് വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് സ്ലീവെല്ലാം നിവർത്തി ഇട്ടതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് അളവ് ചുരിദാറിൽ നിന്ന് സ്ലീവിൻ്റെ ഓരോ അളവ് നോക്കണം. നമ്മൾ സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് ഉള്ളപ്പോൾ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ 12 ഇഞ്ച്. പിന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ അവിടുത്തെ എല്ലാം വീതിയും നമ്മളൊന്ന് എത്രയാണെന്ന് നോക്കണം. കണ്ടില്ലേ, നമ്മൾ ആദ്യം 5 ഇഞ്ച്, പിന്നെ 8 ഇഞ്ച്, പിന്നെ 12 ഇഞ്ച്, പിന്നെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തെ വീതി. അതുപോലെ തന്നെ ഇവിടെ നിന്നും നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടം വരെയുള്ള വീതി എത്രയാണെന്ന് നോക്കണം. ഇങ്ങനെ ടേപ്പ് വെച്ച് അത് വേണം നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓരോ 8 ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുമ്പോൾ എത്രയാണോ വീതി, 12 ഇഞ്ച് വരുമ്പോൾ എത്രയാണോ, അങ്ങനെ ഓരോന്നും നോക്കി വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ സ്ലീവ് കുറച്ച് ലൂസായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് നമ്മൾ ഈ സ്ലീവ് ഇവിടെ നിന്ന് അളന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസാക്കിയാണ് തയ്യലിൻ്റെ അവിടെ വരെ എത്രയാണ് വീതി വരുന്നതെന്ന് നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കി ആ അളവ് വേണം നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള ചുരിദാറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ എൻ്റെ ഭാഗത്തൊരു 4.25 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്ലീവിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ അത് കൂടുതലായിട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും കുറച്ച് ലൂസിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലീവിൻ്റെ 5 ഇഞ്ച് മാർക്ക് ചെയ്തു, സ്ലീവ് ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു, 12 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് ഉള്ളപ്പോഴുള്ള വീതി എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ആ സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ആദ്യം, അവിടെ നിന്ന് വീതി നമുക്കൊരു 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവ് ലെങ്ത് 12 ഇഞ്ച് ഉള്ളപ്പോൾ 8 ഇഞ്ച് ഉള്ളപ്പം വീതി 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ സ്ലീവ് ലെങ്ത് 12 ഇഞ്ചിൻ്റെ അവിടെ 4.25 ഇഞ്ച്, ഇവിടെ വീതി 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഭാഗത്തും 4.25 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ഈ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്തൊന്ന് വരച്ചെടുക്കണം. ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുവാണ്, മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം യോജിപ്പിച്ച്. എൻ്റെ ഭാഗത്ത് 4.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു അവിടെ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അപ്പുറത്തെ വശത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റായിട്ട് ചുളിവൊന്നുമില്ലാതെ സ്ലീവ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്ലീവ് ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തു, സ്ലീവ് ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു, 12 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ലീവ് ലെങ്ത് 5 ഇഞ്ചിൻ്റെ അവിടുത്തെ വീതി എന്ന് പറയുന്നത് നമ്മൾ 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 8 ഇഞ്ചിൻ്റെ അവിടെ 5 ഇഞ്ച്, 12 ഇഞ്ചിൻ്റെ അവിടെ 4.25 ഇഞ്ച്, എൻ്റെ ഭാഗത്തും 4.25 ഇഞ്ച്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് അളവിലെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് കെട്ടിട്ട് തുടങ്ങുക, അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്ക് കെട്ടിട്ട് നിർത്തുക. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ചിട്ടെടുത്തു. പിന്നീട് നീക്കി 1/4 ഇഞ്ച് നീക്കി 2 സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്യുക, പിന്നീട് നീക്കി 1/4 ഇഞ്ച് നീക്കി 2 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നിന്നുമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. കാരണം മാർക്ക് ചെയ്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വശം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ കെട്ടിട്ട് നിർത്തുക, അതിനുശേഷം തിരിച്ചിട്ട് സ്ലീവിൻ്റെ ഭാഗത്ത് നിന്നും ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നീക്കി 1/4 ഇഞ്ച് നീക്കി 2 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരിദാർ ഓൾട്രേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇമോജി എങ്കിലും ഒരു കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ യൂണിഫോം കോട്ടിൻ്റെയും ചുരിദാറിൻ്റെയും ഷർട്ടിൻ്റെയും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. ഒരുപാട് പേര് വീഡിയോ കണ്ട് തയ്ച്ചു എന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ വളരെ സന്തോഷം. വീഡിയോ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇമോജി എങ്കിലും കമൻറ്റായി ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം.